ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. റിവെഞ്ച് ലവ് RMKFF. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോയി പറഞ്ഞ ഒരു ഇന്ത്യൻ ഗേൾ. ഹീറോയ്ക്ക് പറഞ്ഞ ആറമ്മിനെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു ക്രഷ് പറയാം. ആറം ലവ് ചെയ്തിരുന്ന ആറമ്മക്ക് പ്രപ്പോസ് ചെയ്തിരുന്നു. ആറം പറഞ്ഞ ഹീറോയ്ക്ക് സീനിയറായിരുന്നു. അങ്ങനെ ആറം ഹീറോയിനെ കൂടെ ജോളി എപ്പോഴും ദിവസം സംസാരിക്കും. പിന്നെ ആറം പറഞ്ഞു ഹീറോയിനെ അക്സെപ്റ്റ് ചെയ്തു. ഡേറ്റ് ചെയ്ത് നോക്കാമെന്ന്. ആറം പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഗേൾ ആറം കുറേയും പോയി. അങ്ങനെ രണ്ടുപേരും നല്ല ക്ലോസ് ആയിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ആറമ്മ കൂടെ ഒരു ജെനി ആറം കൂടെ ഡേറ്റ് ചെയ്യായിരുന്നു. ആറമ്മ കൂടെ ആറം പറയായിരുന്നു എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ നിങ്ങൾ ഡയറി ഇല്ല നിങ്ങൾ എനിക്കൊരു ഗെയിം തന്ന ആ ഗെയിമിൽ കൊണ്ട് ഞാൻ അവളെ കൂടെ ഡേറ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ലിസനെ ജെനി എനിക്ക് ഇഷ്ടമാണ് ആണം പറഞ്ഞായിരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജെനി. അതേ ആറും അവളെ കൂടെ നീ എന്തിനാ കളിക്കുന്ന കൂടെ ഇരിക്കുന്ന ഡേറ്റ് ബ്രേക്കപ്പ് ജെനി. അതെ ആറും അങ്ങനെ ജെനി കൂടെ കിസ് ചെയ്തിരുന്നു. ജെനി കൂടെ റൊമാൻസ് കിസ് ആയിരുന്നു. ഹീറോയ്ക്ക് മനസ്സ് കൊടുന്ന് എന്താ എന്നെ ലവ് ചെയ്യുന്നു പറഞ്ഞിട്ട് ജെനി കൂടെ. അപ്പോൾ ജെനി സീനിയർ കൂടെ അപ്പോൾ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ജെനിയാണോ എല്ലാവരും പറഞ്ഞത് ഞാൻ നമ്പില്ല. എൻ്റെ ഫ്രണ്ട് റോസ് പറഞ്ഞു. പ്രിയ കരിഞ്ഞിട്ട് കുടുകൂട് ഓടിപ്പോയി ഫ്രണ്ടിൻ്റെ റോസിൽ വെച്ച് വെച്ച് കരയാൻ തുടങ്ങി. മച്ചി എന്നെ ചതിച്ചടി ആറും. ഞാൻ ഒത്തിരി സ്നേഹിച്ചറിയോ. ഞാൻ ലവ് ചെയ്തു. എനിക്ക് പ്രപ്പോസ് ചെയ്തു. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു. എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ ലവ് ആയി പോയി. മച്ചേന്ന് കരയാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ട് സമാധാനം ചെയ്യാൻ തുടങ്ങി. റോസി പറയാൻ തുടങ്ങി വിടടി, അറിയില്ലടി, ഇപ്പം നമ്മൾ പഠിക്കുന്നതാണ്. അത് മാത്രമല്ലടി, അതെ ആറംക്ക് ഇവിടെ പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ആയി. അത് മാത്രമല്ല ഇപ്പം ആറും മാത്രം ഇവിടേക്ക് ചുമ്മാ വന്ന ബിസിനസ് പഠിക്കുന്നതാണ്. അതുകൊണ്ട് ബിസിനസ് പഠിച്ചിട്ട് ഇപ്പം ആറാം ഇവിടെ പോകും. നമ്മളിപ്പോൾ പഠിക്കുന്ന ഫസ്റ്റ് ഇയറാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ. ആറാമ്പ് പഠിച്ചിട്ട് കഴിഞ്ഞു. ആറാമക്ക് ഗ്രാജുവേറ്റ്. ആറാമിനെ നോക്കാൻ പോയില്ല. ആറാം ഹീറോയിനെ തേടിയായിരുന്നു. ഇവളെവിടെ പോയി? ആറാമിനെ നോക്കിയില്ലായിരുന്നു. ആറാം സംസാരിക്കുവാന്ന് ആറാമുണ്ട്. ആറാമിനെ കണ്ടിക്കാതെ ഹീറോയിൽ പോവാ. ആറാം കൺഫ്യൂസായി. ഇവളെന്താ സാറില്ല ജെനി കൂടെ ഡേറ്റിംഗ് ഇങ്ങനെയായിട്ട് ഭയങ്കര കറങ്ങായിരുന്നു. ആറാമിൻ്റെ ഡാഡി ബിസിനസ് നന്നായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പഠിക്കായിരുന്നു. ഹീറോയ്ക്ക് പഠിച്ചിട്ട് കഴിഞ്ഞു. ആറമ്മക്ക് ഇപ്പോൾ ആറമ്മക്ക് പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ കമ്പനി നമ്പർ 1 ഇപ്പോൾ ഫേമസ് CEO ആണ് കമ്പനീനെ. അങ്ങനെ ഇൻ്റർവ്യൂക്ക് ഹീറോയി പോകാൻ തുടങ്ങി കമ്പനിക്ക്. ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ല കമ്പനിയിൽ ഇങ്ങനെ അങ്ങനെയായിട്ട് ആറാമിൻ്റെ കമ്പനീൻ്റെ പേര് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലായില്ല ഇത് ആറാമിൻ്റെ കമ്പനിയാണ്. ഹീറോയിൻ ആ കമ്പനിക്ക് ഇൻ്റർവ്യൂക്ക് പോയി. അവിടെ വേറെ ആരോ ഉണ്ടായിരുന്നു. ഹീറോയിനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെയാണ്. കമ്പനി സിഇഒനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. CEO ഇല്ലായിരുന്നു. സാറില്ല നിങ്ങൾ നാളെ മീറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. ഹീറോയി ജോലി ചെയ്തിരിക്കുമ്പോൾ ആറം വന്നു. ആറമ്മിനെ കണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇത് ആറമാണല്ലോ. ഇങ്ങനെ ഒരാൾ ഗേളിനോട് കേട്ടു. റോസി ചോദിച്ചു. റോസി പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കമ്പനി CEO കിന്നാഞ്ചുനെ പറഞ്ഞു. കിങ് പറഞ്ഞതിനെ കൊണ്ട് ഹീറോയ്ക്ക് മനസ്സിലായില്ല. കിന്നാഞ്ചൂൻ പേരുടെ ഷോക്കായിരുന്നു. ആറമ്മിൻ്റെ കമ്പനിയായത്. അതെ ആറമ്മിൻ്റെ കമ്പനിയാണ് എന്ന് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എല്ലാവരും കിന്നാഞ്ചൂനാണ് ആറമ്മിൻ്റെ നെയിമായിരുന്നു. അവിടെ എല്ലാവരും വിളിക്കുക ആറമ്മെന്ന്. ഹീറോയ്ക്ക് മനസ്സിലായില്ല. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഒറിജിനൽ നെയിം കിന്നാഞ്ചൂനാണോ? അതെ കിന്നാഞ്ചൂനാണ്. റോസിക്ക് ഷോക്കായിരുന്നു. ആദ്യം വെച്ച് എനിക്കറിയില്ലായിരുന്നോടി. സാരില്ലടി. പിന്നെ ആറം ഇങ്ങനെ പോകുമ്പോൾ ആറം നിന്നു. യഥാർത്ഥ ഹീറോയിനെ നോക്കിയിട്ട് സ്നപ്പ് ചെയ്ത് ആറാം അടുന്ന് പോയി. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ഇത് തീർന്ന് സെറ്റാവില്ല. ആറാമിനെ കണ്ട ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ആറാം വേണം ഹീറോയിനെ വെറുപ്പിക്കാൻ വേണ്ടി ഹീറോയിനോട് വിളിക്കായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഇവന് ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. അങ്ങനെ ഹീറോയ്ക്ക് ജോലി കൊടുക്കുക. ഹീറോയെ കണ്ടിട്ടില്ല. ആറാമിൻ്റെ നിറയെ ബോയ്സ് ഇങ്ങനെ ഹീറോയിനോട് സംസാരിക്കും. ഹീറോക്ക് കുറച്ച് കടുപ്പാവാം. എൻ്റെ കൂടെ സംസാരിക്കില്ല, ഇനി വേറെ അവരോട് സംസാരിക്കുമായിരുന്നു. ഹീറോയിൻ ആറമ്മനെ കണ്ടുക്കാതെ ഹീറോയിൻ ഇങ്ങനെ ജോലി ചെയ്തായിരുന്നു. പിന്നെ ജെനി വന്നു. ആറം എന്താ വന്ന ആറമ്മക്ക് കോൾഡായി സംസാരിക്കുന്നത്. ജെനി പറയാൻ തുടങ്ങി എപ്പോഴാ ആറം നമുക്ക് മാരേജ് ചെയ്യാൻ പോവാം. നമുക്ക് രണ്ടുപേർക്ക് എൻഗേജ്മെൻ്റ് ആയി. ഇത് ഹീറോയ്ക്ക് പേപ്പർ ഫയൽ കൊണ്ടുവരായിരുന്നു.
ഇത് കേട്ട് ഹീറോയിൻ മനസ്സ് കുഴഞ്ഞു പോയി. എന്താ എൻഗേജ്മെൻ്റ് പോയാ? ആറമ്മ ഇങ്ങനെ പറഞ്ഞു ഹീറോയ്ക്ക് ശരിയാവില്ല ഇവിടുന്ന് പോവാന്ന്. ഹീറോ ഇവിടുന്ന് പോയി. ആറാം പറഞ്ഞു എനിക്ക് മാരാൻ ഇൻട്രസ്റ്റ് ആണ്, എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ എന്നാൽ ആറാം വരട്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവിടുന്ന് ടെൻഷനായി അവിടുന്ന് പോയി. ആറാം ഹീറോയിനെ വിളിച്ചു. ഹീറോയിൻ വന്ന് ഇത് ഫയൽ കൊടുത്ത്. അതെ ഫയൽ കൊടുത്ത് ഹീറോയ്ക്ക് ശരി ഓക്കെ ഇവിടുന്ന് പോ എന്ന് ഹീറോയിനോടൊപ്പം പറഞ്ഞു. അങ്ങനെ ആ ഹീറോയിൻ ടെൻഷനായിരുന്നു. ഹീറോയ്ക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നു. ഹീറോ ഇവിടുന്ന് ജോലി ആക്കിയിട്ട് പോകുമ്പോൾ അങ്ങനെ കോൾ വന്നു. ഹലോ മോം, എന്ത് പറ്റി പ്രിയ? അമ്മ അത് പ്രിയ നീ അർജൻറ്റായിട്ട് നീ ഇന്ത്യക്ക് വാ. എന്താ മോം പറഞ്ഞ? അല്ലമ്മ നിനക്ക് മാരേജ്. ഹീറോയ്ക്ക് ഷോക്കായി. മാരേജാ? ഇല്ലമ്മ അച്ഛനിക്ക് ഇപ്പം അസുഖമാണ്, അതുകൊണ്ട് നിനക്ക് ഡയറക്റ്റ് മാരേജ് ചെയ്യാൻ പ്ലാനിട്ടു. മോം അത് ഇല്ല മോം അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. നിനക്ക് ആരെ കൂടെ മാരേജ്? ഹീറോയ്ക്ക് ഷോക്ക്. അവനക്ക് ഓൾഡ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ കൂടെ. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്കായി. അർജുന് കൂടെ മാരേജ് ആണ്. അർജുനക്ക് മാരേജാ? അങ്ങനെ അർജുനക്ക് നിനക്ക് മാരേജ്? അർജുനക്ക് ഓൾഡ് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അർജുൻ പറഞ്ഞ് വരാറില്ല. ഹീറോയ്ക്ക് ഫ്രണ്ട് മതി, അത് മാത്രം സീനിയറാണ്. ഹീറോയി ടെൻഷനായിരുന്നു. പിന്നെ കോൾ വെച്ചായിരുന്നു. അർജുൻ കോൾ ചെയ്തു. ഹലോ അർജുൻ സീനിയർ. അയ്യോ സീനിയർ വിളിക്കേണ്ട. എന്ത് പറ്റി? എനിക്ക് മാരേജല്ലേ സീനിയർ. അയ്യോ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, എനിക്കും അറിയില്ലടി, പ്ലീസ് ഡി ഹെൽപ്പ് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യാം സീനിയർ? ശരി നമ്മൾ ഒരു ആക്ട് ചെയ്ത് അവിടുന്ന് നമുക്ക് മുങ്ങാം. സീനിയർ പ്ലാൻ ചെയ്ത് പറഞ്ഞു. ഞാൻ പ്ലാൻ ഇടാം, പിന്നെ പ്ലാൻ മുക്കാന്ന് ഹീറോയിനോട് പറഞ്ഞായിരുന്നു. ശരി സീനിയർ ഞാൻ വരാം അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞു സാർ ആറിനോട് വന്ന് പറഞ്ഞു സാർ എനിക്ക് ഇന്ത്യക്ക് പോകണം സാർ. അങ്ങനെ ആറാമ്മനോട് ചോദിച്ചു. ആറും പറഞ്ഞു എന്താ സാർ? അത് എനിക്ക് ഫോൺ. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു എനിക്ക് ഇന്ത്യക്ക് പോകണം സാർ. അങ്ങനെ ഹീറോയി പറഞ്ഞു എനിക്ക് ഇന്ത്യയിൽ വീട്ടിലേക്ക് പോകണം സാർ. അങ്ങനെയായിട്ട് ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഹീറോ പറയാൻ തുടങ്ങി വീട്ടിലെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു സാർ ഇവൾക്ക് മാരേജ് ആണ് സാർ. അങ്ങനെ പറഞ്ഞു റോസി പറഞ്ഞായിരുന്നു. നമുക്ക് ടെൻഷൻ